ഈ അത്രയേറെ ഉള്ളിൽ അനുഭവവേദ്യമാകുന്ന ഒന്നിനെ പകർത്തുന്നതാണല്ലോ കവിത എന്ന് പറയുന്നത്. അത്ര ആത്മസംഘർഷത്തോടെ അത്രയും അനുഭവിച്ചാണല്ലോ എഴുതുന്നത്. നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അറിയുന്ന പലരും ഇപ്പം വയലാറ് പാട്ടെഴുതുക എന്ന് പറഞ്ഞാല് ഉറക്കത്തിനിടയിൽ ഉണർന്ന് ആ തട്ടി ഉണർത്തുമ്പോൾ സിഗരറ്റ് പാക്കറ്റിന്റെ പുറകിൽ എഴുതിയ കവിതകൾ ഹിറ്റാവുന്നു. അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് അവിടെ ഇവിടെ കുത്തിക്കുറിച്ച് വെച്ച കവിതകളൊക്കെയാണ് വയലാറിന്റെ ആയിട്ട് നമ്മൾ കാണുന്നത്. എവിടെ വെച്ചും എഴുതുക, മനസ്സിൽ വരുന്ന അപ്പം തന്നെ പകർത്തുക എന്ന രീതിയുള്ളവരുണ്ട്. എന്നാൽ മറ്റു ചിലരെ പോലെ വളരെ ശാന്തമായി കൃത്യമായ അവരുടേതായ ഹോട്ടൽ മുറികളുണ്ടാവും, അവിടെ മാത്രമേ ഇരുന്നെഴുതൂ, അങ്ങനെ എഴുതുന്നവരുമുണ്ട്. സാറിന്റെ ഒരു രചനാശൈലി എനിക്ക് എപ്പോഴെങ്കിലും എഴുതാൻ കഴിയുമ്പോൾ എഴുതുന്ന സ്വഭാവമാണ്. അങ്ങനെ ബോധപൂർവമായിട്ട് ഇപ്പോൾ സിനിമാ പാട്ടൊക്കെ എഴുതേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എവിടെയെങ്കിലും ഇരുന്ന് ബോധപൂർവ്വം എഴുതുന്നു. അല്ലാതെ കവിതകൾ അങ്ങനെ ഇരുന്ന് ബോധപൂർവമായ ഒരു ശ്രമത്തിലൂടെ ഞാൻ ഒരു കവിതയും എഴുതിയിട്ടില്ല, എഴുതാൻ കഴിഞ്ഞിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു വരി നിമിത്തം പോലെ കയറി വരികയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വല്ലാതെ സന്തോഷിപ്പിച്ച, അല്ലെങ്കിൽ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച, അല്ലെങ്കിൽ നമ്മളെ ഹൃദയത്തെ വല്ലാതെ ഉലച്ച എന്തോ ഒരു കാര്യം, അത് നമ്മളെ കൊണ്ടൊരു ഒന്നോ രണ്ടോ വരി സ്വാഭാവികമായി വന്നു ചേരുകയും അതിനൊരു തുടർച്ച കണ്ടെത്തുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് എൻ്റെ രീതി. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും ആകാം. യാത്ര ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള കവിതകളുണ്ട്, വണ്ടിയിലിരുന്ന് യാത്ര ചെയ്ത് പോകുമ്പോൾ കിട്ടിയിട്ടുള്ള കവിതകളുണ്ട്, എവിടെയെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള കവിതകളുണ്ട്, തിരക്കുകൾക്കിടയിൽ കിട്ടിയിട്ടുള്ള കവിതയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവും. എൻ്റെ രീതി അതാണ്. ഒരു തരത്തിലുള്ള ശാസ്ത്രീയമായ ഒരു പ്രത്യേക പദ്ധതി എനിക്ക് കവിത രചനാ കാര്യത്തിലില്ല. ഉണരാത്ത പത്മതീർത്ഥങ്ങൾ അത് ഞാൻ പറഞ്ഞില്ല. അത് എനിക്ക് 99 എൻ്റെ 2000-ലോ 99-ലോ ആണ് ഈ പത്മതീർത്ഥ കുളത്തിൽ കുളം കാവൽക്കാരനെ മുക്കിക്കൊന്നു. അത് ഞാനിങ്ങനെ വാർത്തയിൽ കണ്ടു, ചാനലിൽ ഇങ്ങനെ ലൈവായി കാണിച്ചു. അപ്പോൾ അതിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്, കൊല്ലുന്നു, അല്ല ആദ്യം തുടങ്ങുന്നു പിടിച്ച് തള്ളുന്നു എന്നും, കലഹിക്കുന്നു, പിടിച്ച് തള്ളുന്നു, മുക്കുന്നു, കൊല്ലുന്നു എന്നിങ്ങനെ മാറ്റി എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഒരു ക്യാമറ യൂണിറ്റ് അവരിൽ ഒരു കുട്ടി ഒരു നല്ല കരിങ്കല്ല് ചീളെടുത്ത് ഒരൊറ്റ എറിഞ്ഞിരുന്നെങ്കിൽ അയാൾ പിടിവിട്ട് പോയാൽ അയാൾക്ക് നീന്തി പോരായിരുന്നു. അത് ചെയ്തില്ല. ഇവർ ശ്രമോദനായിട്ട് ആ മരണം ഇങ്ങനെ, അതാണ് നമ്മുടെ ഒരു മനുഷ്യ മനസ്സുകളുടെ ഒരു പ്രത്യേകത. അപ്പോൾ ആ ഒരു ക്രൂരതയെ അത് യഥാർത്ഥത്തിൽ അയാളുടെ കുറ്റവാളിയായിട്ട് ഞാൻ കാണുന്നത് അവിടെ കൂടി നിന്ന മനുഷ്യരാണ്, അല്ലാതെ ആ മാനസിക രോഗിയല്ല. കാരണം അയാൾ മാനസിക വിഭ്രാന്തിയുള്ള മനുഷ്യനാണ്. അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പലതരത്തിൽ ശ്രമിക്കാമായിരുന്നിട്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ മുള്ളു വേലി പോലത്തെ ഒരു മതിൽ അതായതല്ലേ, അതിനാളുകളിങ്ങനെ ഈ ചാനലിൽ ഈ വാർത്തയിൽ വാർത്തയല്ല ചാനലിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴും ഈ ആളുകളിങ്ങനെ സ്കൂട്ടറുകൾ തട്ടി വയ്ക്കുന്നുണ്ട്. എന്തൊരു വെപ്രാളത്തിൽ നിന്ന് ഇങ്ങനെ ആളുകളൊക്കെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും കൂടെ. ഇങ്ങനെ അയാളെ ഇങ്ങനെ കിടന്ന് രണ്ടുപേരും കൂടെ കാടുവിടെയാണ് ഒരുത്തൻ എങ്ങനെയെങ്കിലും കയറി വരാനേ. അതാണ് മനുഷ്യർ, നമ്മളെ മനുഷ്യർ. അപ്പോൾ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഉണ്ടായ നമ്മുടെ ഒരു നിസ്സംഗ ബോധത്തെക്കുറിച്ചുള്ള കവിതയാണത്. അതാണ് പിന്നെ കോളപ്പരസ്യത്തിനൊപ്പം ഈ പ്രേക്ഷകർ കോരിത്തരിക്കും ആ കാഴ്ച പകർത്തുവാൻ ചാനൽ പരുന്ത് പറക്കുന്നു ചുറ്റിലും. ചാനൽ പരുന്തെന്ന വാക്ക് അത് ഒരു ഞാൻ കോയിൻ ചെയ്ത വാക്കാണ്. അത് ഒരു പരുന്തിൻ്റെ ഒരു കൺസെപ്റ്റ്. അതുപോലെ അന്ന് ഈ മറ്റേ സാധനമില്ല, ഇല്ല, എന്നാലും ആ വാക്ക് ഇങ്ങനെ കോയിൻ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ ആ കാഴ്ചയാണ് നമ്മളെ. എന്നിട്ട് അതൊരു നല്ല വലിയ എമൗണ്ടിന് പിന്നെ BBC-ക്കാർക്ക് വിറ്റു എന്നാണ് പിന്നെ വന്ന വാർത്ത, ആ വിഷ്വലേ അതാണ്. അതേസമയം ഇനി അവിടെ ആ ക്യാമറാമാൻ എൻ്റെ സുഹൃത്തായി പിന്നെ കുറേ കാലം ശേഷം. അദ്ദേഹം ഇതിൽ മാനസികമായി വേദനിച്ചിട്ട് പിന്നെ ആ ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിൽ കുറേ കാലം ജോലി ചെയ്തിട്ട് അവിടെ നിന്നും മാനസിക വിഷമം, ഇത് പലരും വിമർശിക്കുകയൊക്കെ ചെയ്തിട്ട് അല്ലാതെ മാനസിക വിഷമം തോന്നി പുള്ളിക്ക്. കാരണം പുള്ളി ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, വേണമെങ്കിൽ പുള്ളി വിചാരിച്ചാലും മതിയല്ലോ, അതിൽ വിഷമം. അപ്പം അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ വിദേശത്ത് വെച്ച് കണ്ടു. അപ്പോൾ അദ്ദേഹം എന്നോട് കലഹിച്ചു. ഞാൻ ഈ കാര്യം പറഞ്ഞ് കവിത ചൊല്ലിയപ്പോൾ എന്നോട് അദ്ദേഹം പിന്നെ വന്ന് കലഹിച്ചു. ഞാനാണ് അത് എടുത്തത്, എൻ്റെ ജോലിയാണ് ഞാൻ ചെയ്തതെന്ന് പുള്ളി എന്നോട് പറഞ്ഞു. ഞാനൊരു ക്യാമറമാനാണ്, എൻ്റെ ജോലി എന്താ, ക്യാമറ പിന്നെ അപ്പോൾ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തു, എൻ്റെ തൊഴിലാണ് ഞാൻ ചെയ്തത്, അല്ലാതെ അയാളുടെ രക്ഷയ്ക്കേണ്ട പോലീസും മറ്റവരുമാണ്, അവരാണ് ചെയ്യേണ്ടത്, ഞാനല്ല എന്ന് പുള്ളി എന്നോട് പറഞ്ഞു. ഞാനതിനെ ആ അർത്ഥത്തിൽ പിന്നെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു മാനസിക നില തെറ്റുമെന്ന് കണ്ടപ്പോഴോ ജോലി രാജിവെച്ചിട്ട് പുള്ളി വിദേശ രാജ്യത്തേക്ക് പോയി. ഇപ്പോൾ അവിടെ സമാധാനം ജീവിക്കുന്നു അദ്ദേഹം. ഞാൻ പറയുന്നത് അപ്പോൾ ഈ മനുഷ്യ മനസ്സുകളിങ്ങനെ വികലമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്
അതാണ്. ആരോ പറയുന്നുണ്ട് എന്തു ഭാഗ്യം ലൈവ് കാണുവാനൊത്തത് എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നുണ്ട്. എത്ര നേരം കുമിള പൊന്തുമെന്ന് എണ്ണുവാൻ കുട്ടികൾ മാത്സര്യമേറ്റിടുന്നു. കുട്ടികൾ എണ്ണുമ്പോൾ 1 2 3 ഇങ്ങനെ ആളിനെ പിടിച്ച് മുക്കുമ്പോൾ കുമിള വരുമല്ലോ. അപ്പോൾ അത്ര നിസ്സംഗരാണ്. അത് തന്നെ അടുത്ത ദിവസത്തെ പത്രത്തിൽ ഒരു പത്രക്കാരൻ ഫയർഫോഴ്സിൽ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരനോട് ഫയർഫോഴ്സ് ജീവനക്കാരനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എന്താണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞറിയാം, പത്മതീർത്ഥക്കുളത്തിൽ ഒരു ഡെഡ് ബോഡി കിടക്കുന്നുണ്ട്, എടുക്കണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വരാൻ പറഞ്ഞത്. ഡെഡ് ബോഡി ആയില്ല ഞങ്ങൾ നോക്കുമ്പോൾ. അല്ല ഞാൻ പറയുന്നത്, അയാൾ അങ്ങനെ പറഞ്ഞില്ല, അയാൾ ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ, പത്മതീർത്ഥക്കുളത്തിൽ ഒരു ഡെഡ് ബോഡി കിടപ്പുണ്ട്, അത് എടുക്കണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ വന്നപ്പോൾ ഡെഡ് ബോഡി അപ്പോൾ വേറെ ഒന്നും പറഞ്ഞില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ വന്ന അവിടെ ഇങ്ങനെ കിടക്കുകയാണ്, എന്താ ഡെഡ് ബോഡി ആവട്ടെ എന്ന് പറഞ്ഞു എടുക്കാനേ. നമ്മുടെ മനസ്സാണ് അയാൾക്ക് അങ്ങനെ പറയാൻ തോന്നിയ മനസ്സിനെയാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ അർത്ഥത്തിലാണ്. എല്ലാവരും അങ്ങനെ അല്ല. ഇപ്പം ഫയർഫോഴ്സിലെ എത്രയോ ജീവനക്കാർ നല്ല മനുഷ്യരാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്നില്ലേ, എത്ര ഗംഭീരമായിട്ടാണ് അവർ, നിസ്വാർത്ഥമായിട്ടാണ് അവർ ഈ ചൂരൽമലയിലൊക്കെ. ഈ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ ഫയർഫോഴ്സിലെ ആളുകളെ ആരും മൈൻഡ് കണ്ടില്ല. അന്ന് നമ്മൾ കണ്ടത്, ഞാനവിടെ അടുത്ത ദിവസം പോയ ആളാണ്, ഞാൻ മനസ്സിലാക്കിയ കാര്യമാണേ. നമ്മൾ ആദ്യം കണ്ട ആ പാലമെല്ലാം ഇട്ടത് ആരല്ല, ആർമിയല്ല. ആദ്യമായി ആ കുഞ്ഞു പാലമില്ലേ, ആ പാലം ഇട്ട നമ്മുടെ ഇവിടുത്തെ പ്രിയപ്പെട്ട ഫയർഫോഴ്സിലെ കുഞ്ഞുങ്ങളാണ്, കുട്ടികൾ. ജീവൻ പണയം വെച്ചാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മറ്റൊരുന്നത്. ആ കുഞ്ഞു പാലത്തിലൂടെയാണ് ആ മറ്റേ അവിടെ മുണ്ടക്കയിൽ നിന്ന് ഉള്ള അവശേഷിച്ചവരെല്ലാം രക്ഷപ്പെടുത്തിയത് അതുവഴിയാണ്. ആ കൊച്ചു അതൊക്കെ നമ്മുടെ ആളുകളാണ്. അപ്പം നല്ല ആളുകളുണ്ട്. പക്ഷേ എങ്കിലും എല്ലാ മേഖലയിലും ഈ നിസ്സംഗത എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആ ഒരു നിസ്സംഗത മലയാളിയിൽ കൂടി വരുന്നതിനെ സംബന്ധിച്ച് അന്ന് ചെയ്താണ്. അന്ന് പിന്നെ ഇതില്ല, ക്യാമറ ഉള്ള മൊബൈലൊന്നും ഇല്ല. അല്ലായിരുന്നെങ്കിൽ ഫേസ്ബുക്കിൽ അവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും നമ്മളെല്ലാം കൂടി ചെന്ന്. നമ്മൾ അവരെ രക്ഷിക്കുക എന്നുള്ളതല്ല, ഇത് കഴിഞ്ഞ് റീച്ച് കിട്ടുക എന്നുള്ളത്. അതെ അതെ അതെ. അയ്യോ ഭയങ്കരമാണ്. അത് കവിതയെന്നല്ല, അവിടെ ഭയങ്കര ഒരു സംഗതിയാണ്. അത് കണ്ടില്ലേ, അതിൽ അവിടെ ഒരു കുട്ടി, അവളെ ഞാൻ പരിചയപ്പെട്ടു. അവൾ എഴുതിയ കവിത ഈ ചൂരൽമല സ്കൂളിൽ അവൾ 8ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കൈറ്റിൻ്റെ ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, ക്ലബ്ബുണ്ട്. അവരുടെ കയ്യെഴുത്ത് മാസികയിൽ ഈ കുഞ്ഞ് 3-4 മാസങ്ങൾക്ക് മുമ്പ് ഒരു കവിത എഴുതിയിരുന്നു. അത് ഇവർ ഇതിൻ്റെ ചെളിയിൽ അവിടെ തന്നെ ഒരു സാറിങ്ങനെ പലതും ഇങ്ങനെ എടുക്കുമ്പോൾ കിട്ടിയിരിക്കുന്നു. അതിൽ ആ കവിതയിൽ പറയുന്നത് ഈ ദുരന്തത്തെക്കുറിച്ചാണ്. ഇങ്ങനൊരു ദുരന്തം വരുന്നു എന്നാണ്. അതായത് ഈ കുട്ടി എഴുതിയ കവിത 6 മാസത്തിന് മുമ്പെന്നാണ് പ്രസിദ്ധീകരിച്ചത്. ഇത് വരുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്നറിയാമോ, അവളുടെ മരിച്ചുപോയ ഒരു കൂട്ടുകാരി അവളെ സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്നതായിട്ടാണ് ആ കവിത. നീ നമ്മുടെ കൂട്ടുകാരെയും നമ്മളെ അച്ഛന്മാരെയും അമ്മമാരെയും അധ്യാപകരെല്ലാം വിളിച്ച് ഓടിക്കോ എന്നാണ്, എൻ്റെ പുറകെ ഓടിക്കോ. കാരണം നമ്മളെ നാടിനെ വെള്ളമെടുക്കും, വെള്ളപ്പൊക്കം കൊണ്ട് നമ്മുടെ നാട് നശിക്കും, നമ്മുടെ സ്കൂള് നശിക്കും, അതുകൊണ്ട് നീ എൻ്റെ പുറകെ ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് അവൾ ഓടിക്കുന്നതായിട്ടാണ് ആ കവിത. എത്ര ഈ ദുരന്തം വരുന്നതിന്. അപ്പോൾ ദീർഘദർശി, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്നാണ് വൈലോപ്പിള്ളി കുട്ടികളെക്കുറിച്ച് പറയുന്നത്. അതുപോലൊരു ദീർഘദർശനമുള്ള കുട്ടി. ആ കുട്ടിയെ ഞാൻ അവിടെ ചെന്ന് കണ്ട ആ മോളെ, അവൾ അവിടെ ആ ക്യാമ്പിൽ 8 ക്യാമ്പിലും ഞാൻ പോയി. 8 ക്യാമ്പുണ്ട്. അതിൽ ഒരു ക്യാമ്പിലെ ഒരു സ്കൂളിൻ്റെ ഒരു ക്ലാസ് മുറി മുഴുവൻ അവളെ കുടുംബത്തിന് കൊടുത്തിരിക്കുകയായിരുന്നു. ഞാൻ ചെന്ന് കയറുമ്പോൾ അവിടെ ഉള്ള ആരൊക്കെ എന്നറിയാമോ, അവളുടെ അമ്മ, അവളുടെ അമ്മയുടെ അമ്മ, അവളുടെ അച്ഛൻ്റെ അമ്മ, അവളുടെ അനിയത്തി. അതായത് സ്ത്രീകൾ മാത്രമാണ് ഉള്ളൂ അവളുടെ വീട്ടിലിപ്പോൾ. പുരുഷന്മാർ എല്ലാം എന്ത് ചെയ്ത് കളഞ്ഞു, എടുത്തുപോയി. അപ്പം ഭയങ്കര വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതൊക്കെ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ വളരെ ശ്രദ്ധയോടെ ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരവസരമാണ്. കാരണം നമ്മുടെ കേരളം അത്രത്തോളം സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പം അതൊരു വലിയ പ്രശ്നം തന്നെ. വികസനവും വേണം, പക്ഷേ ആ വികസനത്തിനെ വളരെ ശാസ്ത്രീയമായി ഗംഭീരമായി കൈകാര്യം ചെയ്യുകയും വേണം. അല്ലെങ്കിൽ ഈ കുഞ്ഞു സ്ഥലം നിലനിന്ന് പോകാൻ വലിയ പാടാണ്. അതാണ് ഈ ദുരന്തമൊക്കെ നമ്മളെ മുന്നിൽ കാണിച്ചിരുന്നത്. അത് ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു. എൻ്റെ പകയെന്നൊരു കവിതയുണ്ട്. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മല വെളുത്തു,
തൊഴുതെടുത്തു. തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. അങ്ങനെയാണ് അല്ലേ? അങ്ങനെ വരുമ്പോഴാണ് ഈ വരുന്ന പക വരുന്നത് പ്രകൃതിക്ക്. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുകച്ചുരുളുകൾ. പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. അപ്പോൾ ഇതെല്ലാം നമ്മളുണ്ടാക്കുന്നതാണ്. പ്രകൃതിയിലെ ഇങ്ങനെ ഇല്ലാതാക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് നമ്മൾ ആ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെയുള്ള ചിന്തകൾ വികസനവുമായി ബന്ധപ്പെടുത്തി ഉണ്ടാകേണ്ടതുണ്ട് ഇനി. അതെ അതെ അതെ, കർഷകൻ്റെ ആത്മഹത്യ. ഇതു പാടമല്ലെൻ്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എൻ്റെ കരളും പറിച്ചു കൊള്ളുക, പുഴയല്ല കണ്ണീരിനുറവയാണ്. വറ്റി വരളുന്നതുയിരിൻ്റെ യമുനയാണ്. ഇനി എൻ്റെ ശാന്തിയുമെടുത്തു കൊള്ളുക, ഇനി എൻ്റെ ശാന്തിയുമെടുത്തു കൊള്ളുക എന്ന് പ്രാർത്ഥിക്കുന്ന കർഷകരുള്ള ഒരു കാലം. ഇപ്പോഴും അതിൻ്റെ കുറേ മാറ്റം വരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കൃഷി അയ്യോ കഷ്ടമാണ്, ദുരന്തം. കാരണം കൃഷിയെ നമ്മളൊരു വ്യവസായമായി കാണേണ്ടതുണ്ട്. ഒരു വ്യവസായത്തെ സംരക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യുന്നോ അതേ പരിഗണന നൽകി, അതിനേക്കാൾ മുന്തിയ പരിഗണന നൽകി. കാരണം ഭക്ഷണമാണല്ലോ അടിസ്ഥാന മനുഷ്യന്. അതിനേക്കാൾ മുന്തിയ പരിഗണന നൽകണം. പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റുകൾ, പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാലത്തെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാർഷിക വിമുഖമായ ഒരു സർക്കാർ നയങ്ങളാണ് കുറേ കാലമായി നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അത് വളരെ ദുരന്തമാണ്, വളരെ വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാനുള്ള ഒരു മാർഗവും ഉണ്ടാകുന്നില്ല. ഇറക്കുമതിയെ നമ്മൾ അമിതമായി എന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ കേരളം തന്നെ എത്ര മനോഹരമായി ജീവിക്കാം. നമ്മുടെ ഇവിടുത്തെ റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് റബ്ബറിന് വില ഒരു താങ്ങുവില കൊള്ളാവുന്ന മാന്യമായൊരു വില കിട്ടിയത് നമ്മുടെ സാധാരണ മനുഷ്യർ എന്ത് മനോഹരമായി ജീവിച്ചേനെ. എൻ്റെ നാട്ടിൽ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കാട്ടാക്കടയ്ക്ക് അടുത്താണ്. മലയോര കർഷകരാണ് അവർ. ഈ കഠിനാധ്വാനികളായ കർഷക സഹോദരങ്ങൾ അവിടെ കാട് തെളിച്ച് അവിടെ അപ്പോൾ ഒരു കാലത്തൊരു സമ്പന്ന പ്രദേശമായിരുന്നു അവിടെ. ഈ റബ്ബറിൻ്റെ വിലയുണ്ടായിരുന്ന കാലത്തെ. ഇപ്പം ദാരിദ്ര്യത്തിൻ്റെ പരമകോടിയിൽ ജീവിക്കുകയാണ് അവിടുത്തെ മനുഷ്യർ, ബഹുഭൂരിപക്ഷം ജനവും. കാരണം ഇങ്ങനെ റബ്ബറുണ്ട്, പക്ഷേ ആരും വെട്ടിയാൽ വെട്ടുന്നവന് കൊടുക്കാനുള്ള കാശ് പോലും ലഭിക്കാത്തതുകൊണ്ട് പണ്ടൊരു കുടുംബം സന്തോഷത്തോടെ 10 റബ്ബർ മരമുള്ള അവിടെയുള്ള ആളുകൾ സന്തോഷകരായിരുന്നു. ഇപ്പോഴാ ഏരിയയിലൂടെ നമ്മളൊന്ന് പോയി നോക്കണം, വളരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതിനെ ഒന്നും തന്നെ പോസ് ചെയ്യാൻ നമ്മുടെ നയങ്ങൾ കഴിയാതെ പോകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ കർഷക നയങ്ങൾക്ക് മാറ്റം വരുത്തുക, അല്ലെങ്കിൽ കർഷകർക്ക് ഒരു കുറച്ചുകൂടി ക്ഷേമകരമായ ജീവിതം നൽകുക, നിരന്തരം കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ മലയോര കർഷകരാണ് ഏറ്റവും കൂടുതൽ നേരിടുന്ന വെല്ലുവിളി വന്യമൃഗശല്യമാണ്. വന്യമൃഗ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം ആവശ്യപ്പെടിക്കണമെന്ന് ഒരു വ്യത്യാസവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിൽ വന്നിട്ടില്ല. ഈ വന്യമൃഗ നമ്മൾ സത്യം പറഞ്ഞാൽ വന്യമൃഗങ്ങൾ നിയന്ത്രിക്കാനുള്ള നിയമം കൊണ്ടുവരണം. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഒരു ഹണ്ടിങ് പീരീഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ്. കാരണം അമിതമായി പെരുകാതിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളൊരു നിയന്ത്രണം, മനുഷ്യൻ തന്നെ അവൻ്റെ ജനന നിയന്ത്രണ മാർഗങ്ങളിലൂടെ അതേപോലെ തന്നെ വന്യജീവികളിൽ അമിതമായി പെറ്റുവരുമ്പോൾ മറ്റു വന്യജീവികൾക്കും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ഇപ്പം വന്യജീവികൾ അമിതമായി കൂടുമ്പോൾ മറ്റു വന്യജീവികളെ അത് ബാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വന്യജീവികളുടെ പ്രജനന നിയന്ത്രണം നിർബന്ധമായും കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം, ഒരു സാധാരണ പൗരനെന്ന രീതിയിൽ പറയുന്നത്. അപ്പോൾ അമേരിക്ക മോഡലൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അവിടെ ഒരു പീരീഡ് കൊടുക്കും, ഒരു നിശ്ചിത പീരീഡ്. ആ കാലഘട്ടത്തിനുള്ളിൽ അവിടെ എന്ത് ചെയ്യാം, ചീങ്കണ്ണി ആണെങ്കിൽ അങ്ങനെ അതിനൊരു പീരീഡ് ഉണ്ട്. ആ പീരീഡ് വെടിവെച്ച് കൊല്ലാൻ ഭക്ഷണമാക്കാം. ആനയാണെങ്കിലും അങ്ങനെ തന്നെ, പുലിയാണെങ്കിലും അങ്ങനെ തന്നെ, പന്നിയാണെങ്കിലും അങ്ങനെ തന്നെ. വലിയ വന്യമൃഗങ്ങളെ ഓരോന്നിനും ഡിവൈഡ് ചെയ്ത് ഒരു കാലം കൊടുക്കും. ആ സമയത്ത് അതിനെ എന്ത് ചെയ്യുക, ഹണ്ട് ചെയ്യാം.
അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള കർശനമായ നിയന്ത്രണങ്ങൾ ഈ കാര്യത്തിൽ വരുത്തണം. നമുക്ക് പ്രകൃതി സ്നേഹവും മറ്റു കാര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ പ്രകൃതിയിലൊരു ബാലൻസ് ചെയ്ത് പോകാനുള്ള ഒരു ഉണ്ടാവണം. അല്ലാതെ മനുഷ്യനോ മറ്റ് ജീവികൾക്കോ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. വേറെ കാര്യങ്ങളിലേക്ക് പോയി. ഈ അന്ധവിശ്വാസങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴേ ശാസ്ത്രീയ ജ്യോതിഷം അല്ലാത്തതിനെ അശാസ്ത്രീയമായ ജ്യോതിഷത്തെ എതിർക്കണം എന്ന് പറഞ്ഞിരുന്നു. അവിടെ അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശാസ്ത്രീയ ജ്യോതിഷം എന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ അതല്ല ഞാൻ പറഞ്ഞ ശാസ്ത്ര പറയുന്ന അല്ലെങ്കിൽ ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്ത എല്ലാ ശാസ്ത്രങ്ങളെയും ഒഴിവാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? അതിന് ശാസ്ത്ര പിന്തുണ ഉണ്ടെങ്കിൽ ഓക്കെ. സയൻസാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും യഥാർത്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പുരോഗതി സയൻസാണ് പുരോഗതി എന്ന് പറയുന്നത്, അല്ലേ? ശാസ്ത്രമാണ് പുരോഗതി. അപ്പം ശാസ്ത്ര ബോധം എന്ന് പറയുന്നത് യുക്തിബോധമാണ്. ആ യുക്തിബോധത്തിന് നിരക്കാത്ത ശാസ്ത്രങ്ങളെ ശാസ്ത്രമായി അംഗീകരിക്കരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്, അല്ലേ? അത് സോഷ്യൽ സയൻസായിട്ട് കണക്കാക്കാം, സയൻസായിട്ട് അംഗീകരിക്കാൻ പാടില്ല. സയൻസായിട്ട് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയ അടിത്തറ ഉണ്ടാവണം. ജ്യോതിഷം ശാസ്ത്രീയ അടിത്തറയുള്ള ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. എനിക്കറിയില്ല, ഞാൻ അത് പഠിച്ചിട്ടുള്ള ആളല്ലെങ്കിലും മനസ്സിലാക്കുന്നിടത്തോളം അതൊരു ശാസ്ത്രീയ അടിത്തറയുള്ള ഇതല്ല. അതുകൊണ്ട് തന്നെ അത് അന്ധവിശ്വാസത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തണം, നിരോധിക്കണം എന്നാണ് പറയാനുള്ളത്. കവിത പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്താ പറയുക, അതെ വയനാടാണെങ്കിലും സാറിന്റെ ഒരു അങ്ങനെയുള്ള സമകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കവിത കുറവാണ്. അല്ലെ ഞാൻ പറയട്ടെ, ഈ വന്യമൃഗങ്ങൾ മാത്രമല്ല ഞാൻ പറയട്ടെ, ഇത് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടല്ലോ ചാനലിലൂടെ ഒരു ക്ഷേത്ര ഉത്സവത്തിന് 2 ആനകൾ ഇടയുന്നു. ഞാനത് മുഴുവൻ കണ്ടതാണ്. 2 പാവപ്പെട്ട ആനകൾ അവരിങ്ങനെ അവരെ പീഡിപ്പിച്ച് മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. അവരെ സംബന്ധിച്ചൊരു വൻ പീഡനമാണത്. നമുക്ക് കാണാൻ വലിയ സുന്ദരം. അവരാ പീഡനങ്ങളേറ്റ് നടക്കുന്നു. പെട്ടെന്ന് വെടിവെക്കുന്നു. വെടിവെച്ച കേട്ടപ്പോൾ ഒരാൾ പേടിച്ചു പോകുന്നു. പ്രാണഭയം, അതാണ് നിങ്ങൾ ആ വിഷ്വൽ വീണ്ടും ഒന്നൊന്ന് കണ്ടു നമ്മൾ. പ്രാണഭയം കൊണ്ട് പേടിച്ചിട്ട് പ്രാണഭയത്തിൽ ഇങ്ങനെ ചാടുമ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കുന്നവരുടെ ദേഹത്തോട്, അല്ലാതെ ഒരാന മറ്റൊരാനെ ആക്രമിക്കുന്നൊന്നും അല്ല, അതും പേടിച്ചു പോകുന്നു. 2 പേരും മരണവെപ്രാളത്തിൽ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ ഓടുന്നു. മനുഷ്യനെ ചവിട്ടി കൊല്ലുന്നു. അതാണ് സംഭവിച്ചവിടെ. അതാണ്. അപ്പം യഥാർത്ഥത്തിൽ അവിടെ കുറ്റവാളി ആ പാവപ്പെട്ട ആനകളല്ല, പ്രാണഭയം ഉള്ള 2 വലിയ ജീവികൾ അവർ പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. ആ വെപ്രാളത്തിൽ മനുഷ്യനെ ചവിട്ടി കൊല്ലുന്നു. ഇതാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ ബാധിക്കേണ്ടതാണ്. പിന്നെ കവിത എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റീവായിട്ട് കിട്ടേണ്ടത്. അതെ, കവിത നമുക്ക് വരേണ്ടതാണ്. നമുക്ക് ആലോചിച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് എഴുതിയ ഒരു കവിത എന്ന് പറയുന്നത് മദേഴ്സ് ഡേ എന്നൊരു കവിതയുണ്ട്. അതായത് നമ്മളെല്ലാ ദിനങ്ങൾ കൊണ്ടാടുന്നവരാണ്. അപ്പം അമ്മമാരെ കൊണ്ടുവന്ന് വൃദ്ധസാനത്തിൽ തള്ളിയിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വീട്ടിൽ കുത്തിയിരുത്തി വേറെ എവിടെയെങ്കിലും പോയി കിടന്ന് നമ്മുടെ അമ്മമാരോട് കാണിക്കുന്ന വേദനകൾ, അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അമ്മമാരെ ഓർത്ത് ഭയങ്കരമായ ഒരു ദിവസം ഒന്ന് കൊണ്ടാടാൻ ശ്രമിക്കും. സ്വന്തം അമ്മയോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുക. അപ്പോൾ അതിനെക്കുറിച്ചൊരു അമ്മ വിളക്കു കൊളുത്തുന്നു, അമ്മ വിളക്കായി വെളിച്ചം പരത്തുന്നു എന്ന് തുടങ്ങുന്നൊരു കവിതയുണ്ട്. അമ്മ വെട്ടത്തിൽ കളിക്കുന്നു ഞങ്ങൾ, അമ്മ കളിപ്പാട്ടമായി പൊട്ടിച്ചിരിക്കുന്നു, അമ്മ പാഠങ്ങൾ തുറന്നു വയ്ക്കുന്നു, ആ മുതൽ ക്ഷാവര അക്ഷരച്ചിമിഴുകൾ, അമ്മ പാഠമാകുന്നു, പാഠപുസ്തകമാകുന്നു. പഞ്ഞമാസ പനിക്കാലത്തിൽ അമ്മ കഞ്ഞിയായി പ്ലാവിലെ കുമ്പിളാകുന്നു, കാൽനട വണ്ടിയായി ഒക്കത്തിരുത്തുന്നു, ആശുപത്രി തിണ്ണമേൽ കിതപ്പാകുന്നു. നെറ്റിയിൽ വെള്ളം നനച്ച പഴംതുണി, മൂടിപ്പുതച്ച പുതപ്പിൻ്റെ ചൂടമ്മ, അമ്മ വിളക്കു കൊളുത്തുന്നു. അങ്ങനെ ആ കവിത തീരുന്നത്, എത്തിപ്പെടാ ദൂരത്തെത്തിയോ മക്കളെ, എത്തി നോക്കി തൃപ്തി പോരാതെ അമ്മ നക്ഷത്രമായി പൊന്തി മേലേക്ക് പോകവേ, മക്കൾ കൊടുത്തു വിട്ടോരു പുഷ്പചക്രത്തിൽ
ചിത്രപതംഗങ്ങളായി രണ്ടു കണ്ണുകൾ മക്കളെ തേടി പറന്നു ചിറകു കുഴയവേ, കാറ്റടിച്ചാലും അനങ്ങാത്ത പ്ലാസ്റ്റിക് പൂവുകൾ നിന്നു മണക്കാതെ നിശ്ചലം എന്നാണ്. അപ്പോൾ പ്ലാസ്റ്റിക് പൂവുകൾ ആയി മാറുകയാണ് അമ്മയോടുള്ള ബാധ്യത, അമ്മമാരോടുള്ള, അച്ഛനമ്മമാരോടുള്ള ബാധ്യത പ്ലാസ്റ്റിക് പൂവുകളിൽ ഒതുങ്ങുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ അതിനെ ശവസംസ്കാര ചടങ്ങ് മുഴുവൻ വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പം. എന്നിട്ട് അത് അയച്ചു കൊടുക്കുക, അവിടെ ഇരുന്ന് ഇത് കാണുക, കരയുക, അല്ലെങ്കിൽ ആളുകളെ വിളിച്ച് പാർട്ടി നടത്തുക എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് ഈ കവിത. മറ്റൊരവസരത്തിൽ ഫുള്ളായിട്ട് ചൊല്ലിത്തരാം. സന്തോഷം. താങ്ക് യു സോ മച്ച്.